എന്താ ഇവിടെ? ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴിയാ, താമസ സ്ഥലത്തേക്ക് പോകുന്നു. അതിനിടയിൽ എന്താ ഇവിടെ പയ്യന്മാരോട് ഡിസ്കഷൻ? ഒന്നുമില്ല, അവരെന്നെ ശല്യം ചെയ്യാൻ വന്നവരാ. അവരോട് ഞാനൊന്ന് സംസാരിച്ചേ ഉള്ളൂ. എന്താ നിങ്ങളുടെ പേര്? ഇവിടെയുള്ളവർ എന്നെ വിദ്യാമ്മ എന്നാ വിളിക്കുന്നത്. ഓ, നിങ്ങളാണ് വിദ്യാമ്മ. കേട്ടിട്ടുണ്ട്. നിങ്ങളെ കുറിച്ച് ചില പരാതികൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പരാതികളോ? എന്നെ കുറിച്ചോ? എന്താണാവോ എന്നെ കുറിച്ചുള്ള പരാതികൾ? നിങ്ങളെന്തോ ജാലവിദ്യകളൊക്കെ കാണിച്ച് ഇവിടെയുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കുകയാണെന്ന് എനിക്കറിയാം. ദേ, ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെയുള്ള ക്രിമിനൽസിനെ സഹായിക്കലാണ് നിങ്ങളുടെ പ്രധാന പരിപാടിയെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കുറ്റവാളികളെ തിരുത്താനും അവരെ നേർവഴിക്ക് നടത്താനുമാണ് എന്റെ ശ്രമം. അവരെ സഹായിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരാളായിട്ട് എന്നെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അതെന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണെന്നേ ഞാൻ പറയൂ. നിങ്ങളിപ്പോ കണ്ടില്ലേ ആ ചെറുപ്പക്കാർ? അവരിവിടുത്തെ സ്ഥിരം കുഴപ്പക്കാരാ. മദ്യവും മയക്കുമരുന്നും സ്ത്രീകളെ ഉപദ്രവിക്കലും ഒക്കെയാണ് അവരുടെ പ്രധാന വിനോദം. ഇപ്പോ എന്നോടും വളരെ മോശമായ രീതിയിലാണ് അവരെന്നോടും പെരുമാറിയത്. പക്ഷെ ഞങ്ങൾ കണ്ടത് നിങ്ങൾ അവരുമായിട്ട് കളിചിരി പറയുന്നതാണല്ലോ. അത് നിങ്ങളുടെ കാഴ്ചയുടെ പ്രശ്നമാണ്. അത് ശരി, അപ്പൊ കുഴപ്പം ഞങ്ങളുടേതായി. ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം. ഞാൻ ഈ സ്റ്റേഷൻ പരിധിയിൽ ഉള്ളിടത്തോളം കാലം നിയമവിരുദ്ധമായി ഒരു കാര്യവും അനുവദിക്കില്ല. അത് നിങ്ങൾ എന്നോടല്ല പറയേണ്ടത്, സ്വന്തം പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അങ്ങനെ ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പോയ കുറ്റവാളികളെ ആദ്യം പിടികൂടാൻ നോക്ക്. എന്നിട്ടാവാം മേനി പറച്ചിൽ. അവരെ രക്ഷപ്പെടാൻ സഹായിച്ചത് നിങ്ങളല്ലേ? ഞാനോ? ഒരിക്കലും അല്ല. ദാ, ഇവിടുന്ന് കഷ്ടിച്ച് 100 വാര പോയാൽ അവരുടെ സങ്കേതമാണ്. അവരിപ്പോ നിങ്ങളെ പേടിച്ച് അവിടെ തന്നെ ഒളിച്ചിട്ടുണ്ടാവും. നിങ്ങൾ സത്യസന്ധനായ നിയമപാലകനാണെന്ന് പറഞ്ഞല്ലോ. എങ്കിലാദ്യം അവരെ പിടികൂടൂ. എന്നിട്ടാവാം നമ്മൾ തമ്മിലുള്ള സംവാദം. അവരെ ഞങ്ങൾ പിടിച്ചിരിക്കും. പക്ഷെ അവരെയും കൊണ്ട് വരുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. പിന്നെന്താ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സംസാരിച്ച സമയം പാഴാക്കാതെ ആ കുറ്റവാളികളെ പിടികൂടാൻ നോക്കൂ ആദ്യം. വാടോ, അവർ ഒറ്റ രക്ഷപ്പെടരുത്. വാടോ. എടാ, ഒന്ന് വേഗം വാടാ. എത്രയും പെട്ടെന്ന് നമുക്കിവിടെ സാധനങ്ങളെല്ലാം മാറ്റണം. പോലീസ് നമ്മളെ പിന്നാലുണ്ട്. എന്നാലും ആ സ്ത്രീ നമ്മൾ ഒറ്റിയതാവോ? അതെന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ അതിനെപ്പറ്റി ആലോചിക്കാനുള്ള സമയമില്ല. എത്രയും പെട്ടെന്ന് സാധനം എടുത്ത് നമുക്കിവിടെ ഷിഫ്റ്റ് ചെയ്യാം. വേഗം എടുത്ത് നോക്ക്. ആ താഴത്തെ മേശക്കകത്തോട് നോക്ക്. ഇതും കൂടെ എടുത്തിട്ട് എല്ലായിടത്തല്ലോ. ഈ ഡോർ എങ്ങനെയാ ലോക്കായത്? ചതിച്ചു. പോലീസാ. തുറക്കടാ, വാതിൽ തുറക്കേ. തുറക്കാനാ പറഞ്ഞത്? ഇല്ലേ ഞങ്ങൾ ചവിട്ടി പൊളിക്കും. തുറക്കടാ, വാതിൽ തുറക്കടാ. എന്താണ് അവിടെ പരിപാടി? സാറ്, ഞങ്ങള് കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ബാക്കിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. സാർ, ഞാൻ പറയുന്നത്